ദിയാകൃഷ്ണയ്ക്ക് കുഞ്ഞു പിറന്നിട്ട് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആകുന്നുള്ളൂ. ആശുപത്രിയിലെ വിശേഷങ്ങളും എല്ലാവരും കൂടി ഓമിക്കുട്ടനെ നോക്കുന്നതിന് ചിത്രങ്ങളുമൊക്കെ ദിയ തന്നെ തന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുമുണ്ട്. ശരിക്കും 5 സ്ത്രീകളുള്ള തിരുവനന്തപുരത്തെ സ്ത്രീ വീട്ടിലേക്കാണ് ഓമിക്കുട്ടന്റെ കടന്നുവരവ്. ഇനി അപ്പൂപ്പൻ കൃഷ്ണകുമാറിന് കൂട്ടായി നീഓം അശ്വിൻ കൂടെ ഉണ്ടായിരിക്കും. കൂടാതെ ഒരു വല്യമ്മയും 2 ഇളയമ്മയും. ശരിക്കും ദിയയുടെ കുട്ടി ഭാഗ്യം ചെയ്ത കുട്ടിയാണ്. ജനിച്ച ഉടൻ തന്നെ പകരം വയ്ക്കാൻ സാധിക്കാത്ത സൗഭാഗ്യമാണ് ആ ലിറ്റിൽ മാനെ തേടിയെത്തിയിരിക്കുന്നത്. അടുത്ത തലമുറയിലെ ആദ്യത്തെ അംഗമാണ് ദിയയുടെയും അശ്വിന്റെയും മകൻ. അശ്വിന്റെ വീട്ടിലും മാറ്റമൊന്നുമില്ല. അടുത്ത തലമുറയിലെ ആദ്യത്തെ കൺമണി. മറ്റൊരു സൗഭാഗ്യമെന്തെന്നാൽ ദിയയുടെ മകനെ സ്വീകരിക്കാനെത്തിയത് 3 തലമുറകളാണ്. എത്ര വില കൊടുക്കാനും ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും വളരെ കുറച്ചു പേർക്ക് മാത്രം ഇക്കാലത്ത് ലഭിക്കുന്ന സൗഭാഗ്യങ്ങളിലൊന്നാണത്. സിന്ധുവിന്റെ അച്ഛനമ്മമാർ ദിയയെ പ്രവേശിപ്പിച്ചിട്ടുള്ള സ്വകാര്യ ആശുപത്രിയുടെ സ്യൂട്ട് റൂമിലുണ്ട്. മകൾക്കും മരുമകനും ഒപ്പമിരുന്ന് കൊച്ചുമകളുടെ കുഞ്ഞിനെ താലോലിക്കാൻ സുഹൃതം ശ്രദ്ധിച്ചിരിക്കുകയാണ് ഈ മുതുമുത്തച്ഛനും മുത്തശ്ശിക്കും. സിന്ധുവിന്റെ അനുജത്തി സിമിയുടെ കൊച്ചുമകനും ഈ കുടുംബത്തിൽ പിറന്നുവെങ്കിലും കുഞ്ഞൽപ്പം വളർന്ന ശേഷമാണ് അമ്മ തന്വിക്കുട്ടിയുമായി കാനഡയിൽ നിന്നും നാട്ടിലെത്തിയതെന്ന് മാത്രം. മറ്റാർക്കും കിട്ടാത്ത സൗഭാഗ്യമാണ് ദിയയുടെയും അശ്വിന്റെയും മകൻ നീഓമിനെ തേടിയെത്തിയിരിക്കുന്നത്.